നമസ്തേ. ഫാദർ പോൾ തേലക്കാട്ട് ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. അമ്പലങ്ങളിലുള്ള ടൺ കണക്കിന് സ്വർണങ്ങൾ എടുത്ത് ജന നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കമോൺ ഫാദർ, ഇങ്ങനൊരു സ്റ്റുപ്പിഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഇറക്കാൻ പറ്റും? ഞങ്ങളുടെ അമ്പലങ്ങളിൽ ഇരിക്കുന്ന സ്വർണം ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലമായി ഉണ്ടാക്കിയ സ്വർണം ഭഗവാന് സമർപ്പിച്ച് നൽകിയിരിക്കുന്നതാണ്. അതിന് ദേവസ്വം ബോർഡിൽ നിന്ന് റെസീറ്റ് ഉണ്ട്. ദേവസ്വം ഭരിക്കുന്നത് അതാത് കാലത്ത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ഹിന്ദുക്കൾക്ക് അതിൽ യാതൊരു കാര്യവുമില്ല. എന്നാൽ താങ്കളുടെ ഇടവകയിൽ വരുന്ന പൈസ മുഴുവൻ സ്വീകരിക്കുന്നത് പള്ളിയിലെ വികാരി അച്ഛന്മാരാണ്. അവർക്ക് തീരുമാനിക്കാൻ പറ്റും എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾക്കതിന് യാതൊരു അവകാശവുമില്ല. അപ്പൊ ഫാദർ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇനി വരുമല്ലോ പൈസകളൊക്കെ വരുമല്ലോ, അപ്പൊ അത് തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ജനനന്മയ്ക്ക് അങ്ങോട്ടേക്ക് വിതരണം ചെയ്യുക. മേക്ക് ഇറ്റ് വെരി ട്രാൻസ്പെറന്റ്. ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നതിന് മുമ്പ് സ്വന്തം ഇടവകയും സ്വന്തം വിശ്വാസികളെയും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പള്ളിയിൽ വരുന്ന പൈസ എങ്ങനെ ചിലവാകുന്നു എന്ന് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ധവളപത്രം ഇറക്കുക. എന്നിട്ട് പോരെ പാവങ്ങൾ ഹിന്ദുക്കളുടെ എന്ത് ചെയ്യുന്നു എന്ന് താങ്കൾ ഒരു ഉപദേശം തരാനും ഒരു നിർദ്ദേശം തരാനും. ഗോട്ട് മൈ പോയിന്റ് റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഈ വേവലാതിയൊന്നും വേണ്ട. ഇത് എന്താണ് ഇത് പറയാനുണ്ടാക്കിയ സാഹചര്യം എന്നും അറിയാം. FCR വന്നതിന്റെ ടെൻഷനാണ്. എല്ലാ ട്രസ്റ്റുകളും FCR എടുത്തിട്ടുണ്ട്. താങ്കളുടെ മാത്രമല്ല. ജസ്റ്റ് അഡ്ഹിയർ ടു ദ റൂൾസ്. എന്തൊക്കെയാണ് റൂളുകൾ പറയുന്നതെന്ന് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഒരു പ്രശ്നവുമില്ല. പിന്നെ ഫാദർ പറഞ്ഞല്ലോ ജനനന്മയ്ക്കായിട്ട് നമ്മൾ സ്വർണം കൊടുക്കണം. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. പ്രളയം വന്ന സമയത്ത് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു വലിയ സ്റ്റീൽ കുണ്ടിയുടെ ഒരാൾ പൊക്കത്തിലുണ്ടായിരുന്നു. നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ഞാൻ ഉൾപ്പെടെ അവിടെ വന്ന എല്ലാവരും ഭഗവാന് കാണിക്കണമെന്ന് വെച്ചിരുന്ന പൈസ അതിലേക്കാണ് ഇട്ടത്. അപ്പൊ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ജനനന്മ ചെയ്യേണ്ടതെന്ന്. അതിന് താങ്കളുടെ ഉപദേശം ആവശ്യമില്ല. താങ്കൾ കൊടുത്ത ഉപദേശം സ്വയമായിട്ട് പ്രായോഗികമാക്കൂ. താങ്കളുടെ ഇടവകയിൽ നടപ്പാക്കൂ. എന്നിട്ട് കം ബാക്ക് ടു അസ്. ഓക്കെ, യു ഗോട്ട് മൈ പോയിന്റ് റൈറ്റ്? താങ്ക് യു ഫാദർ.